ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരയുന്ന പ്രവാചകൻ എന്നാണ് എല്ലാവരും അയാളെ വിളിക്കുന്നത്. കരയുകയല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവത്തിന്റെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് യിരെമ്യാ പ്രവചന ദൗത്യം സ്വീകരിച്ചത്. താൻ കുട്ടിയാണെന്നും തനിക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു നോക്കിയതാണ്. പക്ഷേ ദൈവത്തിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. ഒരു പുരോഹിതന്റെ മകനായിട്ടും മറ്റുള്ളവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാൾ ഒറ്റപ്പെട്ടു. പുരോഹിത ബന്ധുക്കളും നാട്ടുകാരും അയാളെ കൊല്ലാൻ ശ്രമിച്ചു. ഗൂഢാലോചനയും ചെവിട്ടത്തടിയും കാരാഗ്രഹവാസവും ഒക്കെ ഇതിന്റെ ഫലമായി നേരിടേണ്ടി വന്നു. പട്ടിണിക്കിട്ട് കൊല്ലാനായി മുഴുവൻ ചെളി നിറഞ്ഞ ഒരു കിണറ്റിൽ തള്ളപ്പെട്ടവനായി മാറി യിരെമ്യാവ്. പലതവണ ഈ ദൈവിക ദൗത്യം ഉപേക്ഷിച്ച് സ്വന്തം കാര്യം നോക്കി പോയാലോ എന്നുവരെ ചിന്തിക്കേണ്ടി വന്നു യിരെമ്യാവിന്. താൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായെന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ യിരെമ്യാവിനെ കഠിനമായി പീഡിപ്പിക്കുകയും കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ജീവിതത്തിൽ ഇതുപോലുള്ള കഠിന പ്രതിസന്ധികളും പ്രയാസങ്ങളുമല്ല അദ്ദേഹത്തെ കരയുന്ന പ്രവാചകനാക്കി മാറ്റിയത്. മറിച്ച് ചുറ്റുമുള്ള ജനങ്ങളുടെ പാപത്തെക്കുറിച്ചോർത്തും ദൈവം അവർക്ക് വരുത്തുവാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യവും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചു. ദുഃഖവും വിലാപവും നിറഞ്ഞ അദ്ദേഹത്തിന്റെ മനസ്സ് അവയെ വലിയ കാവ്യങ്ങളാക്കി രൂപപ്പെടുത്തി. അങ്ങനെ വിലാപ കാവ്യങ്ങൾ എഴുതിയ യിരെമ്യാവ് കരയുന്ന പ്രവാചകനായി മാറി. ജീവിതത്തിൽ ദൈവിക ദൗത്യം ഏറ്റെടുക്കുന്ന പലരും ഇതുപോലെ വിലപിക്കുന്നവരായി മാറാറുണ്ട്. സത്യം പറയുന്നവരെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും ഒറ്റപ്പെടുത്തുന്നവരുടെ, മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുന്നവരുടെ, കുറ്റപ്പെടുത്തുന്നവരുടെ ഒരു ലോകത്താണ് നാമൊക്കെ ജീവിക്കുന്നത്. സത്യത്തിനും നീതിക്കും വേണ്ടി വിളിക്കപ്പെട്ടിട്ട് ജീവിതത്തിൽ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ പോലും തള്ളിപ്പറയുമ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയാലോ, അല്ലെങ്കിൽ താൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നോ ചിന്തിക്കുന്നത് വലിയ അപരാധമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ എല്ലാത്തിനുമുള്ള പ്രതിവിധി ഒന്നു മാത്രമാണെന്ന് യിരെമ്യാവ് പറഞ്ഞു തരുന്നു: വിലാപം. ദൈവസന്നിധിയിലിരുന്ന് വിലപിക്കാൻ മാത്രമല്ലേ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കൂ? സ്വന്തം ജീവിതത്തിലെ ഒറ്റപ്പെടലും മറ്റുള്ളവരുടെ ജീവിതത്തിലെ തെറ്റുകൾക്ക് പരിഹാരം കാണുവാനുമായി ഇരുന്ന് വിലപിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവദൂതന്മാർ അവരെ ശക്തിപ്പെടുത്തും. കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകുമെന്ന് പറഞ്ഞ് അവർ വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കും. ക്രിസ്തുവിനെ പ്രതി സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്നവരും പരിഹസിക്കപ്പെടുന്നവരും ഭാഗ്യവാൻ മറന്ന ക്രിസ്തുവചനം വിലപിക്കുന്നവർക്ക് ആശ്വാസമായി തീരട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.